പെണ്ണുങ്ങൾക്കോ മുഖം മറക്കാൻ പറ്റൂല. കയ്യുറ എന്നതൊരു വസ്ത്രമാണ്, അത് പറ്റൂല. നിങ്ങളാരും അഡ്വക്കറ്റുമാരൊന്നുമല്ല, ജഡ്ജിമാരുമല്ല, സാധാരണ മനുഷ്യന്മാരെ നമ്മളെല്ലാവരും. ഏതൊരു സാധാരണക്കാരനും തിരിയും ഇഹ്റാം കെട്ടിയാൽ പിന്നെ മുഖം മറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇഹ്റാമല്ലാത്തപ്പോൾ മുഖം മറക്കണമെന്ന് വേറെ അതിന്റെ അപ്പുറത്ത് പോലും പഠിക്കാൻ എന്താ? ആട്ടെ, ഇതാണ് പെണ്ണുങ്ങളുടെ വേഷം. ഒന്ന്. രണ്ടാമതായി സ്ത്രീകൾ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ അച്ഛനും കൊണ്ടുപോകണ പെണ്ണുങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് എന്താന്ന് പറഞ്ഞാൽ ഒരു 6 ജോഡി 7 ജോഡി സോക്സ് വാങ്ങിക്കൊടുക്കണം. ഒന്നും രണ്ടൊന്നും പോരാ, ഒരേഴെണ്ണെങ്കിലും വേണം. സോക്സ് എന്ന് പറഞ്ഞാൽ ആ സാധനം കാലുമിട്ട് കാല് വേർത്താൻ നാറ്റടിക്കും. അപ്പോൾ ഒരു സോക്സ് കാലുമിട്ടൊന്ന് പോയി തവാപം ചെയ്ത് വരുമ്പോഴത്തേനും അതും കഴിഞ്ഞു. അപ്പം എടുത്ത് ഇടാനാകണം. അത് ഏറ്റവും മുന്തിയ വിലപിടിപ്പുള്ളത് വാങ്ങണം. കുഞ്ഞുമക്കൾക്ക് വസ്ത്രം വാങ്ങുമ്പോഴും വലിയവർക്ക് അടിവസ്ത്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ വാങ്ങുമ്പോഴും വില കുറഞ്ഞത് വാങ്ങരുത്, അത് ചീപ്പായിരിക്കും. അതുകൊണ്ട് ചൊറിച്ചിലും പലജാതി രോഗങ്ങളും വരും. ഏറ്റവും വിലപിടിപ്പുള്ള നല്ല മുന്തിയ സാധനം. വില മാത്രം നോക്കിയാൽ പോരാ, ക്വാളിറ്റി നോക്കണം. ഇരിക്കട്ടെ. അപ്പോൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലുമ്മൽ സോക്സ് ഉണ്ട്, അവർക്ക് അവരുടേതായ പർദ്ദയുണ്ട്. ഇഹ്റാം ചെയ്തത് മുതൽ പിന്നെ വിമാനത്തിലോ അവിടെ എത്തിയിട്ട് ഉംറ അല്ലെങ്കിൽ ഹജ്ജ് കഴിയുന്നത് വരെ മുഖം മറക്കാൻ പാടില്ല. പിന്നെ കയ്യുമ്മൽ കയ്യുറ എന്നത് അവരുടെ വസ്ത്രമാണ്, അത് പറ്റൂല. കയ്യുമൊരു മുറിവുണ്ടായി, അപ്പൊ ബാൻഡേജ് ചെയ്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല, ഇരിക്കട്ടെ. അതായത് പിന്നെ ഇങ്ങനെ മുഖം മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് നമ്മളെ സ്ത്രീകളൊക്കെ മുഖം മറച്ച് ശീലിച്ചോരാ. ഇപ്പൊ നിങ്ങളൊന്ന് പോയി നോക്കണ്ടി, ഒരൊറ്റ ഒന്നിനെ മുഖം തുറന്നിട്ടുണ്ടാവില്ല. അതപ്പം എല്ലാവരും അങ്ങനെ ശീലിച്ചവരായതുകൊണ്ട് പിന്നെ അവർക്ക് ഈ ഇഹ്റാമില് തവാബൊക്കെ ചെയ്യുമ്പോൾ ആണുങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ വല്ലാത്തൊരു പ്രയാസമായിരിക്കും. അങ്ങനെ പ്രയാസം ഒരു പെൺപറന്നോക്ക് ഉണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മൾ ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ നെറ്റിയിലേക്ക് വെയിലടിക്കാതിരിക്കാൻ വെക്കണ ഈ തൊപ്പി, ആ തൊപ്പി തലയിൽ വെച്ചിട്ട് അതുമ്മ കൂടെ ഈ പറഞ്ഞ കാബ് താത്തിയിടാൻ, മുഖത്ത് തട്ടരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം.